നമുക്ക് രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ശ്രുതി ആദ്യയോട് പറഞ്ഞു, അതെ അമ്മ ഇടയ്ക്ക് വരാം മോനെ കാണാനായിട്ട്, നമുക്ക് പുറത്തൊക്കെ പോവാന്ന് പറഞ്ഞു. അമ്മ ചുമ്മാ പറഞ്ഞ, അമ്മ എന്നെ കാണാൻ ഇടയ്ക്ക് വരത്തൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞു പഠിച്ചിട്ട് ഒരു പോക്കങ്ങോട് പോവും. വിമല പറഞ്ഞു, ദേ ശ്രുതി, അവൻ വലുതായി വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നിനക്കറിയാലോ. അപ്പൊ പിന്നെ ഇനിയിപ്പൊ അവനോട് കള്ളത്തരം ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, പുതിയ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോ അലമ്പൊന്നും ഉണ്ടാക്കരുത്, വികൃതിയൊന്നും കാണിക്കരുത്, ഒച്ചയൊന്നും വെക്കരുത്. ആഹാ, ഇത് അമ്മ എന്തിനാ പറയുന്നേ? അതൊക്കെ ടീച്ചറല്ലേ പറയണ്ടേ, അമ്മ ടീച്ചറാണോന്ന് ചോദിച്ചു. അല്ല, അത് ഞാനും കൂടെ പറഞ്ഞെന്നേ ഉള്ളൂ. അമ്മേ, എനിക്കൊരു ക്രിക്കറ്റ് ബാറ്റ് മേടിച്ചിരുവോ? അതെന്താ, നിന്റെ ക്രിക്കറ്റ് ബാറ്റ് എന്തിയേ? അവിടെ ഉണ്ടായിരുന്നല്ലോ നിനക്ക്. അതെടുക്കാനായിട്ട് ഈ അച്ഛമ്മ സമ്മതിച്ചില്ല. എന്റെ മോനെ, അതിന് ഇവിടെ നിനക്ക് ക്രിക്കറ്റ് ഒക്കെ കളിക്കാനായിട്ട് ആരാ കൂട്ടളെ? പുറത്തിറങ്ങല്ലെന്നല്ല നിന്റെ അമ്മയുടെ ഓർഡർ. ഓ, അങ്ങനെയാണല്ലേ. എന്റെ കൂട്ടുകാരൊക്കെ പറയായിരുന്നു ഞാൻ വേറൊരു സഞ്ജു സാംസൺ ആവുന്ന. അപ്പൊ എനിക്കത് ആകാൻ പറ്റില്ലല്ലേ? അപ്പോഴേക്കും ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അല്ലമ്മേ, ഞാൻ എങ്ങനെയാ പോണേന്ന് ചോദിച്ചു. എടാ, നിന്നെ ഓട്ടോറിക്ഷയ്ക്ക് കൊണ്ടേയാക്കും, തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. അമ്മ, ഞാൻ സ്കൂൾ ബസ്സിന് പോയിക്കോളാം. അതൊന്നും വേണ്ട. എന്താ അമ്മ ഇങ്ങനെ? അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, അച്ഛമ്മ നിന്നെ കൊണ്ടുവരാനായിട്ട് വരും, അപ്പൊ നീ ഇങ്ങോട്ടേക്ക് വന്നാ മതി. അമ്മേ, സ്കൂൾ ബസ്സിനാണ്, പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അതൊന്നും സാരമില്ല. അപ്പൊ ഇന്ന് തന്നെ ആരാ കൊണ്ടുവരാൻ പോന്നേ? ഇന്ന് ഞാൻ വരാം, ആദ്യ ദിവസമല്ലേ, ഞാൻ സ്കൂളിൽ കൊണ്ടേ ആക്കാന്ന് പറഞ്ഞു. ശരി. അങ്ങനെ ആദ്യം സമ്മതിച്ചു. ഒടുവില് ശ്രുതി ആദ്യം കൊണ്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. ഇതേ സമയത്ത് ശ്രുതി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ചന്ദ്രമതി ചായ കേട്ടും കൂടെ വന്നു. വന്നിട്ട് ചോദിച്ചു, എന്താടാ നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. നീ അവളെ കുറിച്ചാണോ? അയ്യേ, അവളെ കുറിച്ചോ? അവളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഛർദിക്കാൻ വരുന്നുണ്ട്. അവളെ കുറിച്ച് ഞാൻ ഓർക്കുവോ? അല്ലെങ്കിൽ നിനക്കുള്ള. നീ എന്താടാ ഇന്ന് ഷോപ്പിൽ പോകുന്നില്ലേ? എന്റെ അമ്മേ, ഞാൻ ചെന്നിട്ടുണ്ടെ അവിടെ കച്ചവടം കുറവെന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞേ, അതുകൊണ്ട് എന്നോട് ചെല്ലണ്ടാന്ന് പറഞ്ഞു. ഞാനിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എടാ നീ ഈ കപ്പൊന്ന് പിടിച്ചിക്കാൻ പറഞ്ഞു. എന്താമ്മേ? ഇതൊന്ന് പിടിക്കാൻ പറഞ്ഞങ്ങോട് കൊടുത്തു. ഒരൊറ്റ അടിയായിരുന്നു അതങ്ങ് കർണം തീർത്തവന്റെ. എന്തു പരിപാടിയാടാ നീ കാണിക്കണമെന്ന് ചോദിച്ചു. അമ്മ എന്തിനാ തല്ലിയത്? എടാ മരം വേണ്ട, നീ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പൈസ അടിച്ചു മാറ്റാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ അവര് പറഞ്ഞ. അതൊക്കെ നീ വിശ്വസിച്ച് പൊത്തി കയറി ഇരിക്കുവല്ലേ? നിന്നെ പോലെ ഒരു മരമണ്ട ഞാൻ കണ്ടിട്ടില്ല. ആണോ? അങ്ങനെയാണോ? എങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞോണ്ട് സുധി റെഡിയാവാനായിട്ട് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്ക് രവീന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ പോയിട്ട് വരാന്ന് ശബ്ദം താഴ്ത്തി പറയണം. അല്ല, ഇതെന്ത് പറ്റി? സാധാരണഗതി മരുമോളോടാണല്ലോ പറയണേ, ഇന്നെന്താ എന്നോട് പറഞ്ഞത്? അത് പിന്നെ നിന്നോട് പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു. തോന്നി അവളോട് പറഞ്ഞ ശരിയാകത്തില്ല. അതെന്താ? അതെ, അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവള് സച്ചിൻ കൂടെ എന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു. രവിയേട്ടൻ എന്തിനാ ഇത് ശബ്ദം താഴ്ത്തി പറയുന്നേ? എങ്ങാനും എന്റെ ഒച്ചപ്പാട് കേട്ട് അവരിറങ്ങി വന്ന പ്രശ്നവും എന്നെ ജോലിക്ക് വിടത്തില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഓ അങ്ങനെ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, പോന്നോ കൊള്ളാം, പക്ഷെ നോക്കിയും കണ്ടും വേണം, അറിയാലോ കണ്ണെത്തുന്നത് മനസ്സെത്തുന്ന എത്താത്ത കാലവാ, അറിയാലോ എന്ന് പറഞ്ഞു. ഓ, അപ്പൊ നീ എന്നെ വയസ്സനാക്കുവാണോ? വയസ്സനാക്കിയതൊന്നും അല്ല പറഞ്ഞതാ, ഇതിനുള്ള മറുപടി ഞാൻ വന്നിട്ട് തരാന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് സച്ചിൻ രേവതിയും കൂടെ അങ്ങോട്ട് വരുന്നത്. അച്ഛനവിടെ നിൽക്കാൻ പറഞ്ഞു. എന്താ എന്താ മോനെ, അച്ഛൻ എങ്ങോട്ടാ? അത് യൂണിയൻ ഓഫീസ് വരെ, അശോകം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി, യൂണിയൻ ഓഫീസിലേക്കുള്ള പോക്കാന്ന്. അച്ഛനെ ഡ്രൈവറായിട്ട് പോകുന്നല്ലേന്ന് ചോദിച്ചു, സ്കൂൾ ബസ് ഓടിക്കാനായിട്ട്. അങ്ങനെയൊന്നുമല്ല, വെറുതെ അച്ഛൻ കള്ളത്തരം പറയണ്ട, അതാന്ന് ഞങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം രേവതി പറഞ്ഞു. അല്ല, അത് പിന്നെ അച്ഛന്റെ ആ പണി പോയി, അച്ഛൻ ഇനി പോകണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ചന്ദ്രമതി ചോദിച്ചു, പണി കളഞ്ഞോടാ നീ അച്ഛന്റെ? 10 പൈസ ഈ വയസ്സനാം കാലത്ത് ഉണ്ടാക്കാന്ന് വെക്കുമ്പോ. അച്ഛൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? അച്ഛൻ ജോലിക്ക് പോയി എന്താളും സമ്പാദിക്കേണ്ട കാര്യമൊന്നുമില്ല. രേവതി പറഞ്ഞു, അതെ അശോകനങ്ങളെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അശോകനങ്ങള് മാനേജറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി മുതൽ സച്ചേണ്ണ പോന്നേ. ഇവനോ? അതെ അച്ഛാ, ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു അച്ഛന് പകരമായിട്ട്. ഓഹോ, അപ്പൊ അച്ഛന്റെ പൈസ തട്ടിയെടുക്കാനുള്ള പുറപ്പാടാ നീ അല്ലെന്ന് ചന്ദ്രമതി ചോദിച്ചു. എന്റെ അമ്മേ, പൈസ നിങ്ങളെടുത്തോ, എനിക്ക് വേണ്ട. ഈ വയസ്സനാം കാലത്ത് അച്ഛനെ ജോലിക്ക് വിടാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. അച്ഛൻ എവിടെയെങ്കിലും ഇരുന്ന് വിശ്രമിക്കട്ടെ, പൈസ അച്ഛന് ഞാൻ കൊണ്ട കൊടുത്തോളാം, എനിക്ക് ആ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല, എനിക്ക് ശമ്പളമൊന്നും വേണ്ട. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള മക്കളെ കിട്ടാനായിട്ട് അച്ഛനമ്മമാര് കൊതിക്കും, പക്ഷെ നിനക്ക് തരാൻ എൻ്റെ ഒന്നുമില്ല, കണ്ടോ നിന്റെ സ്നേഹം. അത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ചന്ദ്രമതി ഇങ്ങനെ രവീന്ദ്രനെ നോക്കി. ആ സമയം
സച്ചിയോട് രവീന്ദ്രൻ ചോദിച്ചു, അല്ല അപ്പം നിനക്ക് ഓട്ടം പോണ്ടേ? ഇത് രാവിലെ വൈകുന്നേരം അല്ലേ ഉള്ളൂ അച്ഛാ, അതിൻ്റെ ഇട സമയത്ത് ഞാൻ ഓട്ടം പോയിക്കോളാം, എനിക്കത് പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് പോയി. രേവതി അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചന്ദ്രമതി അടിച്ചു, എങ്ങനെയുണ്ട് കണ്ടോ? എന്റെ മോനും എന്റെ മരുമോളും, നീ ഒരു മരുമോളെ കൊണ്ടുവന്നായിരുന്നല്ലോ, അവൾ എവിടെ ഇരിക്കുന്നു, എന്റെ മരുമോൾ എവിടെ ഇരിക്കുന്നു, അവൾ ഉണ്ടാക്കി തന്ന ചായയും കുടിച്ചോടെ നീ ഇരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിയിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോയി. ചന്ദ്രമതിക്ക് വല്ലാത്തൊരു അടിയായിരുന്നത്. പിന്നീട് സച്ചി സ്കൂളിലേക്ക് ചെല്ലുവാണ്. അപ്പൊ സച്ചിയുടെ കാർ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകുമ്പത്തിന് സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു, അതെ പ്രൈവറ്റ് വാഹനങ്ങൾ അകത്തേക്ക് കയറ്റാൻ പാടില്ലെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, ഞാൻ ഇവിടുത്തെ സ്കൂളിലെ പുതിയ ബസ് ഡ്രൈവറായിട്ട് ചുമതലയേറ്റ ആളാന്ന് പറഞ്ഞു. ഓ അങ്ങനെ ഒരു കാര്യം ചെയ്യാം, അകത്തേക്ക് കൊണ്ട് കാർ പാർക്ക് ചെയ്തിട്ട് കയറിക്കളാൻ പറഞ്ഞു. അങ്ങനെ സച്ചി എന്ത് ചെയ്തു, അകത്തേക്ക് കൊണ്ട് വണ്ടി ഇട്ടിട്ട് മാനേജറെ കാണാനായിട്ട് വന്നു. മാനേജറെ കണ്ട് സംസാരിക്കുകയാണ്. അപ്പൊ മാനേജർ പറഞ്ഞു, കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് ചോദിച്ചു. അറിയാന്ന് പറഞ്ഞു. സ്കൂൾ ബസ്സാണ്, അമിത വേഗതയും കാര്യങ്ങളൊന്നും പാടില്ല, കുട്ടികളെ രാവിലെ കൃത്യസമയത്ത് പിക്കപ്പ് ചെയ്യണം, അതുപോലെ തന്നെ തിരിച്ച് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കുകയും ചെയ്യണം. പിന്നെ കുട്ടികളെ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും എല്ലാം സൂക്ഷിച്ചു വേണം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞു, ഞാൻ കുറെ കാലമായി വളയം പിടിക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. ആ എങ്കിൽ പിന്നെ കാര്യങ്ങൾ ഒത്തിരി പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ മദ്യപാനം, പുകവലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല, അറിയാലോ, കുഞ്ഞു കുട്ടികളെ കൊണ്ട് പോകുന്നതെന്നുള്ള ഒരു ഓർമ്മ വേണം. അതൊന്നും ഇല്ല സാറെന്ന് പറഞ്ഞു. അച്ഛന് പകരമായിട്ട് വന്നതല്ലേ? അതെ, എങ്കിൽ ശരി നാളെ മുതൽ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി ആദ്യം കൊണ്ട് സ്കൂളിലേക്ക് വരുന്നത്. അങ്ങനെ അവർ സംസാരിച്ച അകത്തേക്ക് അങ്ങോട്ട് കയറി വരും. സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറി വരുമ്പോഴത്തേനുമാണ് ആദ്യം കാഴ്ച കാണുന്നത്. അമ്മ എന്തേ സച്ചിയങ്കളെന്ന് പറഞ്ഞു. ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി. നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി മാനേജരോട് സംസാരിച്ചിരിക്കുന്ന കാഴ്ച കണ്ടേ. പെട്ടെന്ന് ആദ്യം കയ്യെ പിടിച്ച് വലിച്ച് മാറ്റി അങ്ങ് നിർത്തി. ദൈവമേ, ഇത് കുരിശായല്ലോ എന്നൊരു ചിന്തയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സച്ചിയുടെ കണ്ണിലെങ്ങാനും പെട്ടാ തീർന്നു. പിന്നീട് ശ്രുതി ആദ്യയുടെ കയ്യെ പിടിച്ചു വലിച്ചുകൊണ്ട് ഗേറ്റിനരിയിലേക്ക് നിന്നു. സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു, അല്ല എവിടെ നിൽക്കുന്ന അയാളെ അറിയാവോ? അയാൾക്ക് ഇവിടെ എന്താ ജോലിയെന്ന് ചോദിച്ചു. അതോ, അത് ഇവിടുത്തെ സ്കൂളിലെ പുതിയ ബസ് ഡ്രൈവറായിട്ട് വന്നാന്ന് പറഞ്ഞു. ദൈവമേ, പെട്ടല്ലോ ഭഗവാനെ എന്നോർത്തുണ്ട് ആദ്യം കയ്യെ പിടിച്ചു വലിച്ചു. വാ പോവാന്ന് പറഞ്ഞു. എന്താമ്മേ, എനിക്ക് സ്കൂളിൽ പോണ്ടേ? വേണ്ട, ഇങ്ങോട്ടേക്ക് വരാല്ലേ പറഞ്ഞേ. ശ്രുതി ആകെപ്പാടെ പേടിച്ചു വരച്ചു പോയി. സച്ചിയുടെ കൺമുന്നിൽ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ തീർന്നെന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയായിരുന്നു. പിന്നീട് അരുൺ ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ഹെൽമെറ്റ് ഇല്ലാതെ ഒരുത്തം വന്നു. എന്തേടെ നിന്റെ ഹെൽമെറ്റ്? സാറേ, ഒരു അത്യാവശ്യ കാര്യത്തിന് പോവായിരുന്നു. അപ്പൊ ഹെൽമെറ്റ് എടുക്കാൻ പറഞ്ഞു. എങ്കിൽ ഫൈൻ അടച്ചോളാൻ പറഞ്ഞു. അപ്പൊ അവിടെ SI ഉണ്ടായിരുന്നു. അങ്ങനെ SIയുടെ അടുത്തേക്ക് ഫൈൻ അടയ്ക്കാനായിട്ട് അവനും കൂടെ പോയി. അപ്പോഴാണ് അതിലൂടെ ഒരു ഓട്ടോറിക്ഷ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതിനകത്തുനിന്ന് ദേവുവിന്റെ മുഖം കണ്ടെടുത്തു അരുൺ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ലക്ഷ്മിയമ്മയുടെ മടിയിലേക്ക് തല വെച്ച് കിടക്കുന്ന ദേവു അടുത്ത് ശരത്തും കൂടെ ഇരിപ്പുണ്ട്. അവൾക്ക് എന്തോ ആപത്ത് പറ്റിയെന്നുള്ള കാര്യം അരുണ് മനസ്സിലായി. ദേവു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് ഏതെങ്കിലും ഓട്ടോറിക്ഷ അപ്പത്തേനും പാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ബൈക്ക് എടുത്ത് അരുൺ അങ്ങോട്ട് പോകുമ്പോഴത്തേനും SI എങ്ങോട്ടാ? സാറേ, ഒരു അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോയ്ക്ക് പിന്നാലെ തന്നെ ബൈക്ക് വിട്ടു പോവാണ്. അതേ സമയത്ത് ശ്രുതി ആദ്യം കൂടെ വീട്ടിലേക്ക് വന്നു. ആദ്യം ശ്രുതിയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിമല ചോദിച്ചു, എന്താ മോളെ, ഇതെന്തു പറ്റി? ഇവനെ സ്കൂളിൽ കൊണ്ടേ ഇരുത്തിയില്ലെന്ന് ചോദിച്ചു. ഒന്നും പറയണ്ട, സ്കൂളിലേക്ക് ചെന്നപ്പോഴല്ലേ അവിടെ സച്ചി അവനെന്തിനാ വന്നേ? അവനിപ്പോ സ്കൂളിലെ ബസ് ഡ്രൈവറാണ്. ബസ് ഡ്രൈവറോ? അതെ. ഓ, നിങ്ങളെ കണ്ടോ? തൽക്കാലത്തേക്ക് കണ്ടില്ല. എങ്ങനെ രക്ഷപ്പെട്ടേന്ന് എനിക്ക് പോലും അറിയത്തില്ല. എത്രയും പെട്ടെന്ന് സ്കൂൾ മാറ്റണം. എന്റെ മോളെ, നീ എന്തൊക്കെയാ പറയണേ? എത്രയോ കൊടുത്താ സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചേ? ഇനിയിപ്പോ അത് തിരികെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല, ഒരു പുതിയ സ്കൂൾ കണ്ടെത്താന്ന് പറഞ്ഞാൽ എത്ര എളുപ്പമുള്ള കാര്യമില്ല. ഒരു നല്ല സ്കൂൾ വേണ്ടേ? അതോടൊപ്പം തന്നെ എപ്പോഴും സ്കൂൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവനെ ബാധിക്കും. അവന്റെ മനസ്സോടെ നമ്മൾ കാണാതെ പോവരുത്. പിന്നെ എന്ത് ചെയ്യുന്ന അമ്മ പറയണേ? അതെ, തൽക്കാലത്തേക്ക് ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ അവനെ കൊണ്ടുപോയി വിട്ടോളാം. അമ്മ സച്ചി എങ്ങാനും കണ്ടാലോ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളാം. അമ്മേ, ഇനി ഒരിക്കൽ കൂടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അറിയാലോ. എന്റെ കള്ളത്തരം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സുധിയോടൊപ്പം ഒരു ജീവിതം ഉണ്ടായിരിക്കില്ല. എന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞാന്നും ഒരു മോനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നവും. അതൊന്നും ഉണ്ടാകത്തില്ല മോളെ, നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ നോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ സമാധാനിപ്പിച്ചു. പിന്നീട് രവീന്ദ്രന്റെ അടുത്തേക്ക് രേവതി വന്നിട്ട് ചോദിച്ചു, അച്ഛനെന്താ ആലോചിക്കണേ? ഒന്നുമില്ല. ഈ റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെന്റിന് ശേഷമേ നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തുവാണെങ്കിൽ നമുക്ക് ബോറടിയും മാറി കിട്ടും, അത്യാവശ്യം പൈസയും കയ്യിലുണ്ടാവും എന്ന് പറഞ്ഞു. ഓ, അപ്പൊ അതാണ് അച്ഛന്റെ പ്രശ്നമല്ലേ? അതെന്ത് ചെയ്യാനാ? PF കിട്ടിയ തുകയുമായിട്ട് ശ്രുതി പോയായിരുന്നല്ലോ.
അതുകൊണ്ട് അങ്ങനെ ആ പ്രതീക്ഷ പോയി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുടങ്ങായിരുന്നു. ഒരു കടയാണെങ്കിലും ഇവിടെയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴും മനസ്സിനിടങ്ങിയ ഒരു ജോലി വീണ്ടും കിട്ടി, ഡ്രൈവിംഗ് പണി വീണ്ടും. പക്ഷെ അത് സച്ചിയാണ് വിടാനൊട്ട് സമ്മതിക്കത്തില്ല. ഇത് കേട്ടതിന്റെ രേവതി പറഞ്ഞു, അച്ഛൻ ഈ വയസ്സനാം കാലത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛനെ ജോലിക്ക് വിട്ടിട്ട് ഇവിടെ ആർക്കും കഴിയേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ ഒന്നാമത്തെ കാര്യം വയ്യാത്ത, 3 നേരം മരുന്നെടുക്കണ്ട. എന്നിട്ടാണോ അച്ഛൻ ജോലിക്ക് പോകുന്നത്? മര്യാദയ്ക്ക് വീട്ടിലിരുന്നാ മതി എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ തന്നെ സമാധാനിപ്പിച്ചു. രവീന്ദ്രൻ പറഞ്ഞു, സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ ബസ് നിറച്ചും കുട്ടികളും കുറച്ച് മനസമാധാനം കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. അതിനെന്താ, ഇവിടെയുള്ള കുട്ടികളോടുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ സമാധാനിപ്പിച്ചു. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.